HMT എന്ന ബ്രാൻഡിന്റെ HMT Skyline 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് HMT Skyline 5G എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6.55 ഇഞ്ചിന്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. POLED പാനലും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ പഞ്ചോൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. പഞ്ചോൾ വരുന്ന ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. ഡിസ്പ്ലേയിൽ 144 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 20:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. പിന്നെ പീക്ക് ബ്രൈറ്റ്നസ് 1000 നിറ്റ്സ് വരെ വരുന്നുണ്ട്. ഗൊറില്ല ഗ്ലാസ് 3യുടെ പ്രൊട്ടക്ഷനും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോൺ 41,700 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് തരക്കേടില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ആണ് എന്നൊക്കെ തന്നെ പറയാവുന്നതാണ്. പിന്നെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ബട്ടൺ സൈഡിൽ വരുന്നുണ്ട്. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ ആണ് കൊടുത്തിരിക്കുന്നത്. OLED പാനൽ ഇതിൽ ഉണ്ടെങ്കിലും ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ഇതിൽ കൊടുത്തിട്ടില്ല. ഈ ഒരു ഫോണിന്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 209.5 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 8.9 mm ആണ്. പിന്നെ IP54 റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ബാക്ക് പാനലും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഒരു സ്ക്രൂ ഊരിയാൽ തന്നെ ബാക്ക് പാനൽ നമുക്ക് ഊരിയെടുക്കാൻ പറ്റുന്നതായിരിക്കും. പിന്നെ CMF Phone 1 എന്നുള്ള സ്മാർട്ട് ഫോണിലും ഇതുപോലെ റിമൂവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ബാക്ക് പാനൽ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു ഫോൺ റിപ്പയർ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ ഈ ഫോൺ അങ്ങനെയല്ല. റിപ്പയർ ചെയ്യാൻ അത്യാവശ്യം ഈസി ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ. പിന്നെ iFixന്റെ കിറ്റൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഈസി ആയിട്ട് തന്നെ വീട്ടിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് ഇത് റിപ്പയർ ചെയ്യാവുന്നതാണ്. നമുക്ക് തന്നെ പാർട്സ് ഒക്കെ മാറ്റാൻ പറ്റും. പിന്നെ ഇതിൽ അലൂമിനിയം ഫ്രെയിമും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഡിസൈനിന്റെ കാര്യത്തിൽ പഴയ നോക്കിയ N9 അതുപോലെ തന്നെ ലൂമിയ 920 ഇതുപോലുള്ള ഫോണുകളിൽ കാണുന്ന ഡിസൈനാണ് ഇതിൽ വരുന്നത്. അപ്പം പഴയൊരു ഡിസൈൻ അവർ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ നിയോൺ പിങ്ക് അതുപോലെ തന്നെ ട്വിസ്റ്റഡ് ബ്ലാക്ക് എന്നീ കളർ വേരിയൻസ് ആണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി പ്രോസസ്സറിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 7S Gen 2 എന്ന പ്രോസസ്സർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. 41,800 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഒരു പ്രോസസ്സർ എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ ഈ ഒരു പ്രൈസ് റേഞ്ചിനെ പറ്റിയിട്ടുള്ള ഒരു പ്രോസസ്സർ അല്ല ഈ ഒരു പ്രോസസ്സർ. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ശരിക്കും ഈ ഒരു പ്രോസസ്സറൊക്കെ നിരാശപ്പെടുത്തി എന്ന് തന്നെ പറയേണ്ടി വരും. ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ നമ്മൾ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ HMTയുടെ ഫോണുകളിൽ ഇപ്പം അത്ര മികച്ചൊരു പ്രോസസ്സർ ആ ഒരു പ്രൈസ് റേഞ്ചിൽ കാണാറില്ല. പിന്നെ 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ഫോണിന്റെ ബേസ് വേരിയന്റിൽ 8GB റാമും 128GB ഇന്റേണലാണ് വരുന്നത്. 12GB റാമും 256GB ഇന്റേണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡീടോക്സ് മോഡ് എന്നുള്ള ഒരു മോഡ് വരുന്നുണ്ട്. അതായത് പല നോട്ടിഫിക്കേഷൻസ് നമുക്ക് ഓഫ് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പം നമ്മൾ അധികം ഫോൺ യൂസ് ചെയ്തോളണം എന്നില്ല. പിന്നെ NFC സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. Android 14 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് ഇതിൽ വരുന്നത്. 2 കൊല്ലത്തെ OS അപ്ഡേറ്റും 3 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഇതിൽ ലഭിക്കുന്നതായിരിക്കും. സ്റ്റോക്ക് ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയർ ആണ് ഇതിൽ വരുന്നത്. അപ്പം ക്ലീൻ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഇതിൽ ലഭിക്കുന്നതായിരിക്കും. ക്യാമറയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് വരുന്നത്. 108 മെഗാ പിക്സലിലെ മെയിൻ ക്യാമറ സെൻസർ ഇതിൽ വരുന്നുണ്ട്. OSന്റെ സപ്പോർട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ 13 മെഗാ പിക്സലിലെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും ഇതിൽ വരുന്നുണ്ട്. ഇത് കൂടാതെ 50 മെഗാ പിക്സൽ ഒരു ടെലിഫോട്ടോ ലെൻസും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ 2x ഒപ്റ്റിക്കൽ സൂം ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിൽ 50 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. അപ്പം ഓൺ പേപ്പർ അത്യാവശ്യം നല്ലൊരു ക്യാമറ സ്പെസിഫിക്കേഷൻ തന്നെ വരുന്നുണ്ട്. OSന്റെ സപ്പോർട്ടും ടെലിഫോട്ടോ ലെൻസും അതുപോലെ തന്നെ 50 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും ഒക്കെ വരുന്നുണ്ട്. അപ്പം ഓൺ പേപ്പർ അത്യാവശ്യം നല്ലൊരു ക്യാമറ സ്പെസിഫിക്കേഷൻ തന്നെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ബാറ്ററിയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 4600 mAh ബാറ്ററിയാണ് ഇതിൽ വരുന്നത്. 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ഇതിൽ വരുന്നുണ്ട്. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് 15 വാട്ടിന്റെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ടും ഇതിൽ വരുന്നുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ഫോണിന്റെ ബോക്സിൽ ചാർജർ വരില്ല. അത് നമ്മൾ സെപ്പറേറ്റ് മേടിക്കേണ്ടി വരും. അപ്പം തിരക്കേടില്ലാത്ത ഒരു ബാറ്ററി സെറ്റപ്പും ഇതിൽ കൊടുത്തിട്ടുണ്ട്. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വയർലെസ് ചാർജിംഗ് സപ്പോർട്ടും ഇതിൽ വരുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇപ്പം ഗ്ലോബൽ മാർക്കറ്റിലാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇപ്പം ലോഞ്ച് ചെയ്തിട്ടില്ല. ഗ്ലോബൽ മാർക്കറ്റിൽ ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത് $499 എന്ന പ്രൈസിങ്ങിലാണ്. അതായത് 41,700 രൂപ പ്രൈസ് റേഞ്ചിൽ. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സ് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ അത്യാവശ്യം തിരക്കേടില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഓൺ പേപ്പർ തിരക്കേടില്ലാത്ത ക്യാമറ സ്പെസിഫിക്കേഷനും തിരക്കേടില്ലാത്ത ബാറ്ററി സെറ്റപ്പും കൊടുത്തിട്ടുണ്ട്. വയർലെസ് ചാർജിങ് അടക്കമുള്ള കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിനനുസരിച്ചിട്ടുള്ള ഒരു പ്രോസസ്സർ ഇതിൽ വരുന്നില്ല. കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രോസസ്സർ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ പല ഫീച്ചേഴ്സും അത്യാവശ്യം തിരക്കേടില്ലാത്ത ഫീച്ചേഴ്സാണ്. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിനനുസരിച്ചിട്ടുള്ള പ്രോസസ്സർ ഇതിൽ കൊടുത്തിട്ടില്ല. അപ്പം അത് കുറച്ച് ഡിസപ്പോയിന്റിംഗ് ആയി എന്ന് പറയേണ്ടി വരും. എന്തായാലും ഇന്ത്യയിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്യുമെന്ന് വെച്ചാൽ ചിലപ്പോൾ ലോഞ്ച് ചെയ്തേക്കാം. അതിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളൊക്കെ വരുമ്പോൾ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഇന്ത്യയിലും ഈ ഫോൺ അത്യാവശ്യം ഓവർ പ്രൈസ്ഡ് ആയിട്ടൊക്കെ തന്നെയായിരിക്കും ലോഞ്ച് ചെയ്യുക. ഇന്ത്യയിൽ നമുക്ക് ഒരു 35,000 രൂപയ്ക്ക് മുകളിലായിട്ട് ഈ ഫോൺ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. കൺഫർമേഷൻസ് ഒന്നുമില്ല.
ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും HMDയുടെ സ്കൈലൈൻ എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.